ഇവിടെ അതിസുന്ദരമായ ചുവടുകൾ വെച്ച് കുട്ടിപ്പുലിയും വലിയ പുലിയും വൈറൽ പുലിയും പിന്നെ അത്തരത്തിലുള്ള കരിമ്പുലിയും ഒക്കെ നൃത്തം ചെയ്യുകയാണ്. അതിസുന്ദരമായ ഒരു കാഴ്ച. സൂര്യൻ സായാഹ്നത്തിലേക്ക് കടക്കുന്നു. അതിസുന്ദരമായ ഒരു ആകാശ കാഴ്ചയും അതോടൊപ്പം തന്നെ അതിസുന്ദരമായ ഭൂമിയിലെ കാഴ്ചയും സമ്മാനിക്കുകയാണ് തൃശ്ശൂർ നഗരം. പുലികളിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. ചുറ്റും ആയിരക്കണക്കിന് ആളുകളാണ് വലിയ പുലികളെ കാണാൻ, കരിമ്പുലികളെ കാണാൻ, കുടവയറുള്ള പുലികളെ കാണാൻ, അങ്ങനെ ഒരു ആഘോഷമായി മാറ്റുകയാണ് പുലികളെയും. തൃശ്ശൂരിൻ്റെ പാരമ്പര്യം, അത് ആ പാരമ്പര്യം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ കുട്ടിപ്പുലികളുടെ പ്രകടനം. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കുട്ടിപ്പുലികളും അങ്ങനെ ചുവട് വെച്ച് തൻ്റെ ജീവിതത്തിലേക്ക്, തൃശ്ശൂരിൻ്റെ സാംസ്കാരികമായ പാരമ്പര്യത്തിലേക്ക്, അതുപോലെ തന്നെ പുലികളിയുടെ പാരമ്പര്യത്തിലേക്ക്, സൗന്ദര്യത്തിൻ്റെ പാരമ്പര്യത്തിലേക്ക് കടന്നു വരുന്നു. അതിൻ്റെ സുന്ദരമായ കാഴ്ചയാണ് ഇപ്പോൾ നാം പ്രേക്ഷകർക്ക് നൽകുന്നത്. ഈ വെളിയന്നൂർ ദേശമാണ് ഏകദേശം 100 മീറ്റർ അപ്പുറത്ത് തെക്കേ ഗോപുരനടയിൽ വെച്ച് അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരും അതുപോലെ തന്നെ മേയറും ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ഫ്ലാഗ് ഓഫ് ചെയ്യുക. അല്പസമയത്തിനകം തന്നെ ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങിലേക്ക് കടക്കും. ഏറ്റവും ഭംഗിയായി ഒരു വർഷത്തെ കാത്തിരിപ്പ് തൃശ്ശൂർക്കാർക്കും അതുപോലെ തന്നെ പുലികളി പ്രേമികൾക്കും പൂരപ്രേമികൾക്കുമൊക്കെ വെറുതെയായില്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന പുലികളി. എത്ര ഭംഗിയായാണ് അവർ ചൂടുവെക്കുന്നത്.